ഇവരൊക്കെ ഈ വിധിക്ക് മുന്നിൽ ഇനി എന്ത് ചെയ്യണം? ദയവായി സുപ്രീം കോടതിയുടെ വിധി മനസ്സിലാക്കുക. സുപ്രീം കോടതി നിങ്ങൾ ക്രിമിനലാണെന്ന് പറഞ്ഞിട്ടില്ല. സുപ്രീം കോടതി പറഞ്ഞത് 2009 ഹൈക്കോടതി വിധി ഞങ്ങൾ സെറ്റ് അസൈഡ് ചെയ്യുന്നു, പാർലമെന്റ് തീരുമാനിക്കട്ടെ എന്നാ. ഇത് ക്രിമിനൽ കുറ്റമാണെങ്കിൽ പാർലമെന്റ് തീരുമാനിക്കാൻ പറയൂ. സുപ്രീം കോടതി വളരെ ബഹുമാന പുരസ്സരം പറഞ്ഞത് ഈ വിഷയത്തിൽ നമ്മുടെ രാജ്യത്ത് ഒരു തർക്കം നിലനിൽക്കുന്നുണ്ട്, വ്യത്യസ്ത അഭിപ്രായങ്ങൾ നിലനിൽക്കുന്നുണ്ട്. അതല്ലാതെ ഇതിനെ എതിർക്കുന്നവരെല്ലാം നിങ്ങളെ ചൂഷണം ചെയ്യാൻ വരുന്നവരാണെന്ന് കരുതുന്നതിൽ യാതൊരു അർത്ഥവുമില്ല. സുപ്രീം കോടതി കാറ്റഗറിക്കലി പറഞ്ഞിട്ടുണ്ട് ഈ ലോ അപ്ലൈ ചെയ്യേണ്ട, ഒരാളെ അങ്ങനെ പ്രോസിക്യൂട്ട് ചെയ്യേണ്ട. നിങ്ങൾ അങ്ങനെ ചെയ്യുന്നെങ്കിൽ നിങ്ങൾക്ക് കംപ്ലൈന്റ് കൊടുക്കാം. പോലീസുകാർ ചെയ്യുന്നെങ്കിൽ അത് അവരുടെ തോന്നിയാസം മാത്രമാണ്. ഈ വകുപ്പ് ഒരിക്കലും എൻഫോഴ്സബിൾ അല്ല. അതുകൊണ്ട് ഇത്രയധികം പേടിച്ച് ഹഷ് ചെയ്യേണ്ട. ഞാൻ പല ദേശീയ മാധ്യമങ്ങളിൽ എഴുതുന്നുണ്ട്, വളരെ ഓപ്പൺ ആയിട്ടാണ് ആൾക്കാർ സംസാരിക്കുന്നത്. അതുകൊണ്ട് ആ പേടിയോ മുഖംമൂടിയുടെ ആവശ്യമില്ല. പക്ഷേ ഈ വിഷയത്തെക്കുറിച്ച് എതിരഭിപ്രായം പലർക്കും ഉണ്ട്. ഇത് ജന്മസിദ്ധമാണ് എന്നുള്ള വാദഗതി ശാസ്ത്രം ഇനിയും പൂർണ്ണാർത്ഥത്തിൽ വാലിഡേറ്റ് ചെയ്തിട്ടില്ല. 2, സോഷ്യൽ റീസൺസും പലതരം അനുഭവങ്ങൾ കൊണ്ടാണ് ഇതിലേക്ക് വരുന്നത്. അങ്ങനെയാണെങ്കിൽ അത് മാറ്റാൻ ശ്രമിച്ചൂടെ എന്ന് ന്യായമായി ചോദിക്കണ്ടേ? അമേരിക്കൻ സൈക്കോളജിക്കൽ അസോസിയേഷന്റെ പ്രസിഡന്റ്, അതായത് ഹോമോസെക്ഷുവാലിറ്റി ഇൽനെസ് അല്ല എന്ന് ഡീനോട്ടിഫൈ ചെയ്ത വ്യക്തി കൺവേർഷൻ തെറാപ്പി ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ കൂടെ ഹെഡാണ്. അദ്ദേഹം പറയുന്നത് നിങ്ങൾക്ക് മാറണം എന്ന് ആഗ്രഹമുണ്ടെങ്കിൽ മെയിൻ സ്ട്രീം എന്ന് ചിലർ വിളിക്കുന്ന, അതായത് ഹെട്രോസെക്ഷൽ പാതയിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ മാറ്റാൻ തെറാപ്പികളും ഉണ്ട്. ഇതൊരു ഡൈവേഴ്സിറ്റി ഇൻ ബിഹേവിയറാണ്. ഇതിലെ ലിമിറ്റഡ് ഒരു വ്യത്യസ്തത മാത്രമാണ്. ഞങ്ങൾ അങ്ങോട്ട് പോകുമ്പോ അമ്മാര് വിളിക്കത്തില്ലെന്ന് എന്താണ് ഉറപ്പ്? അല്ല, തെറാപ്പി നിങ്ങൾക്ക് ചെയ്യണമെങ്കിൽ മാത്രം ചെയ്താൽ മതി. ഇനി രണ്ട് അങ്ങനെ ആയാലും വീണ്ടും അവന്മാര് വിളിക്കത്തില്ലെന്ന് അത് ചൂഷണമാണ്. അത് ഈ നാട്ടിൽ നമ്മുടെ പെൺകുട്ടികൾക്ക്. പക്ഷേ ഇത് ലീഗലൈസിംഗ് എന്നൊരു പ്രോസസ്സിലേക്ക് പോകുന്നതിന് മുമ്പ് ഡീക്രിമിനലൈസേഷൻ ആരും എതിർക്കുന്നില്ല. സുപ്രീം കോടതി പോലും ഒരു ഇൻഹിബിഷൻ എക്സ്പ്രസ് ചെയ്തത് ഡീക്രിമിനലൈസ് ചെയ്താൽ അടുത്ത സ്റ്റെപ്പ് ലീഗലൈസ് ചെയ്യണം എന്നുള്ള ആർഗ്യുമെന്റ് ആണ്. അപ്പൊ അതിനു മുമ്പ് വ്യാപകമായ ഒരു ചർച്ചയുടെ ആവശ്യമുണ്ട്. ആ ചർച്ചയിലേക്ക് പോകണം. അതുകൊണ്ടാണ് പറഞ്ഞത് ഇന്ത്യയിൽ ചരിത്രാതീത കാലം മുതൽ ഹോമോസെക്ഷുവാലിറ്റി റെക്കോർഡ് കൂടിയാണ്. അതുകൊണ്ടാണ് ചോദിക്കുന്നത്, എന്തുകൊണ്ട് നമുക്ക് ഇവരൊരു തെറാപ്പി എന്നുള്ളതിന് പകരം ഇതിനെ ഒരു കമ്മ്യൂണിറ്റി ആയിട്ട് നമുക്ക് നിലനിർത്താൻ കഴിയുന്നില്ല? രാഹുൽ കൃത്യമായിട്ട് അറിയാം നമ്മുടെ ചരിത്രം, നമ്മുടെ ഇതിഹാസങ്ങൾ, ഇത് അക്സെപ്റ്റ് ചെയ്തിട്ടല്ലേ? തീർച്ചയായും. അല്ല, ഇതിനെ ഒരിക്കലും തള്ളി പറഞ്ഞിട്ടില്ല. ബാക്കി പല സിവിലൈസേഷൻസും തള്ളി പറഞ്ഞിട്ടുണ്ട്. ഇന്ത്യയിൽ ഏകദേശം 25 ലക്ഷത്തോളം ഹോമോസെക്ഷൽ കമ്മ്യൂണിറ്റിയിലെ ആൾക്കാരുണ്ടെന്നാണ് പറയുന്നത്. അവരെ ബഹുമാനത്തോടെ കാണുന്നു. പക്ഷേ ഒരു നിയമനിർമ്മാണത്തിനോ ഓർഡിനൻസിനോ മുമ്പ് വ്യാപകമായ ചർച്ച ആവശ്യമാണ്. ബോംബെ നടന്നൊരു സർവേയിൽ 82% ആൾക്കാർ ഹോമോസെക്ഷൽ കമ്മ്യൂണിറ്റി അംഗീകരിക്കണമെന്ന് പറഞ്ഞു. പക്ഷേ ആ 82% ആൾക്കാരോട് ചോദിച്ചു, നിങ്ങളുടെ ഫാമിലിയിൽ ഒരാൾ ഹോമോസെക്ഷൽ കല്യാണം കഴിക്കണമെന്ന് പറഞ്ഞാൽ നിങ്ങൾ സമ്മതിക്കുമെന്ന്? അവർ പറഞ്ഞില്ല. അപ്പൊ അത്തരത്തിലുള്ള ഒരു ഉപരിപ്ലവമായ കോസ്മെറ്റിക്കായ സ്വീകാര്യത മതിയോ? ഇദ്ദേഹം നേരത്തെ പറഞ്ഞ് തന്നെ എടുക്കുന്നു. അദ്ദേഹം പറഞ്ഞ വാക്കുകളാണ്, എന്റെ വാക്കുകളല്ല. ആ അധ്യാപകനിൽ നിന്ന് അത്തരം ഒരു അനുഭവം ഉണ്ടായിരുന്നില്ലെങ്കിൽ അദ്ദേഹം ഇങ്ങനെ ആവില്ല എന്ന് ഒരു വ്യക്തി ഹോമോസെക്ഷൽ ഓൺ റെക്കോർഡാണ് പറഞ്ഞത്. ശരിയാണെന്ന് എനിക്കല്ല, അദ്ദേഹത്തിന്റെ വാക്കുകളാണ്. അത്തരത്തിലുള്ള സംഭവങ്ങൾ ഇത് കാരണം, അതായത് ഇതൊരു ഓപ്പൺ ആയാൽ കൂടില്ല എന്ന് ഒരു വിഭാഗം സംശയിക്കുന്നു. സംശയം ശരിയോ തെറ്റോ എന്നുള്ള കാര്യം. അത്തരത്തിൽ എക്സ്പ്ലോയിറ്റേറ്റീവ് ടെൻഡൻസീസ് കൂടുമോ, അത്തരത്തിൽ ഹോമോസെക്ഷൽസിന്റെ നമ്പർ കൂടുമോ, സാഹചര്യ പ്രോക്തമായ അത്തരം കാര്യങ്ങൾ കൂടുമോ എന്ന് ആരെങ്കിലും സംശയിച്ചാൽ അവരെ കുറ്റം പറയാൻ പറ്റൂ? അല്ല, അവിടെയാണ് പ്രശ്നം. കൂടുന്നെങ്കിൽ കൂടിക്കോട്ടെ. അപ്പൊ ഇദ്ദേഹം തന്നെ പറഞ്ഞു, ആ ചൂഷണം കാരണമാണ് ഞാൻ ഹോമോസെക്ഷൽ ആയത്. കാണാനുള്ള വിവേചനം കാണിക്കേണ്ടത് സുപ്രീം കോടതിയായിരുന്നു. സുപ്രീം കോടതി ഇവരെ ക്രിമിനലൈസ് ചെയ്തിട്ടില്ല. ദയവായത് തെറ്റിദ്ധാരണയാണ്. നിങ്ങൾ പരമാവധി ആത്മവിശ്വാസത്തോടെ തന്നെ ജീവിക്കുക. പക്ഷേ ഒരു ഹോമോസെക്ഷൽ എന്ന് പറയുന്ന വ്യക്തി പൂർണ്ണ ബഹുമാനത്തോടെ പറയുകയുണ്ടായി, ഇത്തരത്തിലൊരു ചൂഷണം കാരണമാണ് ഞാൻ ഇങ്ങനെ ആയതെന്ന്. ആ പോയിന്റ് മനഃപൂർവ്വം മറച്ചു പിടിച്ച് അന്താരാഷ്ട്ര തത്വം പറയുന്നത് ആത്മവഞ്ചനയാണ്.